ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയ സഹോദരിമാരെ, ഇന്നലെ നമ്മൾ കണ്ടു ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്നുള്ളത് നമ്മൾ ഇന്നലെ കാണുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. എന്തുകൊണ്ടാണ് ഈ ദൈവത്തിന്റെ വചനം ഇത്രമാത്രം പ്രധാനപ്പെട്ടത് എന്ന് ചിന്തിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം നമ്മളിലുണ്ടെങ്കിൽ ഒന്നാമതായി അത് നമ്മെ വളരുവാനായിട്ട് സാധിക്കും. അത് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. വചനമെന്ന സകല ദുഷ്ടതയും ചതുവും വിട്ടുകളഞ്ഞിട്ട് നിങ്ങൾ വളരുവാനായിട്ട് വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ എന്ന് ഒന്ന് പത്രോസിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്, വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് വളർച്ചയുണ്ടാകും. ആദ്യം പാല് കുടിക്കുവാനും പിന്നെ വളർന്ന് കട്ടിയായിട്ടുള്ള ഭക്ഷണം കഴിക്കുവാനും അങ്ങനെ പരിജ്ഞാന പൂർത്തി പ്രാപിക്കുവാനും വചനം ഭക്ഷിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സാധിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് സങ്കീർത്തനം 119 105 വാക്യാണ്. നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. ഇവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, ദൈവത്തിന്റെ വചനം അത് നമ്മുടെ കാലിന് പ്രകാശമായിട്ട് പാതയ്ക്ക് വെളിച്ചമായിട്ട് ഇരിക്കും എന്നുള്ളത് കാണുവാനായിട്ട് സാധിക്കും. യെശയ്യാവിന്റെ പുസ്തകത്തില് നമുക്ക് ഒരു വാക്യം കൂടെ വായിക്കാം. അവിടെ യെശയ്യാവ് 30:20 വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവിൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും, ദൈവത്തിന്റെ വചനം ഒരാളുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ അവന്റെ പാതയ്ക്ക് വഴി അവൻ മുമ്പോട്ട് പോകുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ കൂടെ നടന്നുകൊള്ളുകയും എന്നൊരു വചനം അവൻ കേൾക്കുവാനും അതനുസരിച്ച് പ്രകാശമായിട്ട് ഇരുട്ടിൽ തപ്പി വീഴാതെ, ഇരുട്ടിൽ തപ്പി വീഴുക എന്ന് പറഞ്ഞാൽ പാപത്തിൽ അകപ്പെട്ട് വീഴാതെ അവന് സ്ട്രെയിറ്റ് ആയിട്ട് അവന് പോകുവാനായിട്ട് സാധിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ശബ്ദം കേൾക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തില് വചനം വേണം. വചനം ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായിട്ട് ഇരിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ സങ്കീർത്തനം 119 തന്നെ വേറൊരു വാക്യം നമുക്ക് മൂന്നാമതായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിന്റെ 11 വാക്യത്തില്, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ, എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മള് രക്ഷിക്കപ്പെട്ട നാൾ മുതൽ പാപത്തിൽ വീഴണമെന്ന് ജീവിക്കുന്ന ആരുമില്ല. എല്ലാവരും ആഗ്രഹിക്കുന്നു, എനിക്കൊരു വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ് ജീവിക്കണം, എന്റെ കർത്താവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് എനിക്ക് ജീവിക്കണം, കർത്താവിന്റെ നാമമഹത്വത്തിനായിട്ട് ജീവിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഓരോ വിശ്വാസിയും അവന്റെ ഫസ്റ്റ് മുതൽ സ്റ്റെപ്പ് എടുത്തു വെക്കുന്നത്. എന്നാൽ ഇടയ്ക്ക് വരുമ്പോൾ പാപത്തിൽ അകപ്പെട്ടു പോകുന്നത്, അല്ലെങ്കിൽ പാപ സ്വഭാവം നമ്മളിൽ ഉള്ളത് കൊണ്ട് പാപം ചെയ്യാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുമ്പോൾ അതിലകപ്പെട്ടു പോകുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ വചനമില്ലാത്തത് കൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ വ്യക്തമായിട്ട് 119 സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, നിനക്ക് പാപം ചെയ്യാതിരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ, എന്നാൽ നിന്റെ ഹൃദയത്തിൽ വചനം സംഗ്രഹിക്കണം. വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കാത്ത വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ പാപത്തിൽ അകപ്പെട്ടേ പോവുകയുള്ളൂ. വചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ച് വളരാതിരിക്കുന്നിടത്തോളം ഹൃദയത്തിൽ വളർച്ചയില്ല എങ്കിൽ, അല്ലെങ്കിൽ ആ പാപ സ്വഭാവം കാരണം പാപത്തിൽ അകപ്പെട്ടു പോകാനായിട്ട് ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത്, ഒന്നാമതായിട്ട് വളരുവാനായിട്ട് വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കണം, അത് വളർച്ചയ്ക്ക് ആവശ്യമാണ്. രണ്ടാമതായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നടക്കുവാനായിട്ട്, നമ്മുടെ ജീവിതത്തില് സ്ട്രെയിറ്റ് ആയിട്ട് നടക്കണമെങ്കിൽ അത് കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായിട്ട് വചനം നമ്മെ നടത്തും എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. വഴി ഇതാകുന്നു എന്നൊരു ശബ്ദം കേട്ടുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ നമുക്ക് വചനം ആവശ്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. മൂന്നാമതായിട്ട് നമുക്ക് കണ്ടത്, നമുക്ക് പാപം ചെയ്യാതെ ജീവിക്കണമെങ്കിൽ, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ വിജയകരമായ ഒരു ക്രിസ്ത്യ ജീവിതം നമുക്ക് ലഭ്യമാകണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ വചനം ആവശ്യമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നാലാമതായിട്ടുള്ള ഒരു കാര്യം, എബ്രായ ലേഖനം 4:12 നമുക്ക് കാണുന്നു, ദൈവത്തിന്റെ വചനം ജീവനുള്ള വാളാണെന്ന്, ഇരുവായ്ത്തലയുള്ള വാളാണ് എന്നുള്ളതാണ് അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്.
ഇരുവായത്തിലുള്ള വാൾ എന്ന് പറയുമ്പോൾ അത് ഉപയോഗിക്കുവാനായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് സൂക്ഷിച്ചു വന്നില്ലെങ്കിൽ, ഇരുവായത്തിലുള്ള വാള് അറിയാൻ വയ്യാത്തവര് ഇരുവായത്തലയുള്ള വാൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു മറിച്ചും ഒക്കെ വെട്ടുകൊള്ളുവാനായിട്ട് ഇടയായിട്ട് തീരുമെന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിന്റെ വചനം ഇരുവായത്തലയുള്ള വാൾ ആയതുകൊണ്ട് അത് നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഈ വചനം എടുത്ത് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് അത് നമുക്ക് നന്നായിട്ട് അതിന് പരിശീലനം ആവശ്യമാണെന്ന് മനസ്സിലാക്കും. നമ്മുടെ ജീവിതത്തില് ഈ ദൈവത്തിന്റെ വചനവും കൊണ്ട് നമ്മൾ ദൈവത്തിന്റെ വചനവുമായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ഈ ഇരുവായത്തിലുള്ള വാളായ വചനം കൊണ്ട് നന്നായിട്ട് അഭ്യസിപ്പിച്ചവരുള്ളവരാണെങ്കിൽ മാത്രമേ അതിന് സാധിക്കത്തുള്ളൂ. ഈ നാല് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സഹോദരിമാരെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അവന്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.